എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടൈം നോക്കാൻ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ടൈം നോക്കാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കും. ഇവിടെ ഒരു ക്ലോക്കിന്റെ ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. വലതുവശത്തായിട്ട് 3 നീഡിലുകൾ നിങ്ങൾക്ക് കാണാം. അതിൽ ഏറ്റവും തിന്നായിട്ട് ഏറ്റവും വലിയ നീഡിൽസിനെ നമ്മൾ പറയുന്നത് സെക്കൻഡ് ഹാൻഡ് എന്നാണ്. രണ്ടാമതായി കാണുന്നത് മിനിറ്റ് ഹാൻഡ് എന്ന് പറയും. മൂന്നാമതായി കാണുന്നതിനെ ഹവേഴ്സ് ഹാൻഡ് എന്ന് പറയും. അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം 12ന്റെ നേരെ മുകളിലായിട്ട് വലിയൊരു ഡോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നീട് എത്രയാണ് 1 വരുമ്പോഴാണ് വലിയ ഡോട്ട് ഉള്ളത്. അതിനിടയിലായിട്ട് ചെറിയ ഡോട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. 12ൽ നിന്ന് ആദ്യത്തെ ഡോട്ട് വരുന്നത് എന്താണ്? 1 എന്ന് എടുക്കാം. രണ്ടാമത്തെ ഡോട്ട് 2, 3, 4, 5. കണ്ടില്ലേ? 12ൽ നിന്ന് 1ലേക്ക് 5 ഡോട്ടുകളാണ് വരുന്നത്. അടുത്തത് നോക്കാം. 1, 2, 3, 4, 5. 5 ഡോട്ടുകളല്ലേ വരുന്നത്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോളൂ. സെക്കൻഡ് സൂചി കറങ്ങുന്നത് കണ്ടില്ലേ? നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഓരോ പോയിന്റിനെയും ടച്ച് ചെയ്തുകൊണ്ടാണ് സെക്കൻഡ് സൂചി കടന്നു പോകുന്നത്. അപ്പോൾ 12ൽ നിന്ന് 1ലേക്ക് എത്തുമ്പോൾ അത് 5 പോയിന്റുകൾ കടന്നു പോയിട്ടുണ്ടാവും. സെക്കൻഡ് സൂചി 2ലേക്ക് എത്തുമ്പോൾ അത് 10 പോയിന്റുകളെ കടന്നുപോകും. 3ലേക്ക് എത്തുമ്പോൾ 15 പോയിന്റുകളെ കടന്നുപോകും. ഓരോ സംഖ്യകൾക്ക് ഇടയിലും വരുന്നത് 5 സെക്കൻഡ് ആണ്. പിന്നീട് മനസ്സിലാക്കേണ്ട എന്താണ്? 12ൽ നിന്ന് തിരിച്ച് സെക്കൻഡ് സൂചി 12ലേക്ക് എത്തുമ്പോൾ അത് 60 പോയിന്റുകളെ ടച്ച് ചെയ്തുകൊണ്ട് കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പറയാം, ഒരു സെക്കൻഡ് സൂചിക്ക് മുഴുവൻ കറങ്ങാൻ എടുക്കുന്ന സമയം എത്രയാണ്? 60 സെക്കൻഡ് ആണെന്ന് പറയാം. ഇത് ശ്രദ്ധിക്കൂ, സെക്കൻഡ് സൂചി കറങ്ങുന്നതിനനുസരിച്ച് മിനിറ്റ് സൂചിയും കറങ്ങുന്നുണ്ട്. ഒരു സെക്കൻഡ് സൂചി ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കുമ്പോൾ, അതായത് 60 സെക്കൻഡ് ചലിക്കുമ്പോൾ മിനിറ്റ് സൂചി സഞ്ചരിക്കുന്നത് 1 പോയിന്റ് മാത്രമാണ്. അപ്പോൾ 60 സെക്കൻഡിനെ നമുക്ക് എന്ത് പറയാം? 1 മിനിറ്റ് എന്ന് പറയാം. ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, 1 മിനിറ്റ് സൂചി ഫുൾ റൊട്ടേഷൻ പൂർത്തിയാകുമ്പോൾ 60 മിനിറ്റ് ആയിട്ടുണ്ടാവും. അതായത് 60 പോയിന്റുകളെ കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ കടന്നു പോകുമ്പോൾ ഹവേഴ്സ് ഹാൻഡ് അഥവാ മണിക്കൂർ സൂചി എന്താണ്? 12ൽ നിന്ന് 1ലേക്ക് എത്തി. അപ്പോൾ നമുക്ക് മനസ്സിലായി 60 മിനിറ്റ് എന്ന് പറയുന്നത് 1 അവർ ആണ്. ഈ ചിത്രം നോക്കൂ. ഇവിടെ മിനിറ്റ് ഹാൻഡ് ആൻഡ് ഹവേഴ്സ് ഹാൻഡ്, അതായത് മിനിറ്റ് സൂചിയും ഹവേഴ്സ് സൂചിയും വന്നിരിക്കുന്നത് 12ന് നേരെയാണ്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ഈ ടൈം കണക്കാക്കുന്നതെന്ന് നോക്കാം. 12ന്റെ നേരെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം ഓ ക്ലോക്ക് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അവിടെ നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? 12 എന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് പറയാം 12 o'clock, അതായത് ഇപ്പോൾ സമയം 12 മണിയായി എന്ന് പറയാം. ഈ ചിത്രത്തിൽ വലിയ സൂചി വന്നിരിക്കുന്നത് 12ന് നേരെയാണ്, ചെറിയ സൂചി വന്നിരിക്കുന്നത് 3ന് നേരെയാണ്. ഇപ്പോൾ സമയം 3 മണിയായി, അതായത് 3 o'clock എന്ന് പറയാം. ഹവേഴ്സ് കാണാൻ എല്ലാവരും പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇപ്പോൾ ക്ലോക്ക് ഉള്ളത് എത്രയാണ്? 9 o'clockലാണ് ഉള്ളത്. മിനിറ്റ് ഹാൻഡ് അഥവാ മിനിറ്റ് സൂചി 12ൽ നിന്ന് 1ലേക്ക് വരികയാണ്. അപ്പോൾ അത് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? മുൻപ് നമ്മൾ എഴുതി നോക്കിയതാണ്. 1, 2, 3, 4, 5 പോയിന്റ്സുകൾ സഞ്ചരിച്ചിട്ടുണ്ട്. 5 past 9 എന്നാണ് പറയുന്നത്. അതായത് 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയി എന്നാണ്. സാധാരണയായിട്ട് പറയുന്നത് 9:05 എന്നാണ്. അതായത് അതിനർത്ഥം എന്താണ്? 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയി. മിനിറ്റ് ഹാൻഡ് 2ലേക്ക് വരികയാണ്. നമുക്കറിയാം 1ൽ വരുമ്പോൾ 5 ആണെങ്കിൽ 2ൽ വരുമ്പോൾ എന്തായിരിക്കും? 10 ആയിരിക്കും അല്ലെ? അപ്പോൾ നമുക്ക് പറയാം 10 past 9, അതായത് 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയി. 9:10 എന്ന് പറയാം. മിനിറ്റ് സൂചി സഞ്ചരിച്ച് 3ലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് എത്രയാണ്? 15 പോയിന്റുകൾ സഞ്ചരിച്ചു എന്ന് പറയാം. ആകെയുള്ളത് എത്ര പോയിന്റ് ആണ്? 60 പോയിന്റ് ആണ് ഉള്ളത്. അതിനെ 4 ഭാഗങ്ങളായിട്ട് ഭാഗിക്കുകയാണെങ്കിൽ ഒരു ഭാഗം എത്രയാണ് വരുന്നത്? 15 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ തൊട്ട മുന്നിലത്തെ പാഠത്തിൽ പഠിച്ചാണ് 4ൽ ഒരു ഭാഗം വരുമ്പോൾ എന്താണ് അതിനെ പറഞ്ഞിരുന്നത്? ക്വാർട്ടർ എന്നാണ് പറഞ്ഞിരുന്നത്. മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? കാൽ എന്ന് പറയും. ചെറിയ സൂചി 9ലാണുള്ളത്, വലിയ സൂചി 3ലാണുള്ളത്. അപ്പോഴെന്ത് പറയാം? 9:15 എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ? ക്വാർട്ടർ പാസ്റ്റ് 9 എന്ന് പറയും. 9 മണി കഴിഞ്ഞ് 15 മിനിറ്റായി എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. മിനിറ്റ് സൂചി മൂവ് ചെയ്ത് 4ലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മണിക്കൂർ സൂചി എന്താണ്? 9ൽ നിന്ന് പതുക്കെ 10ലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഞാൻ വരച്ചു ചേർത്ത ഇമേജ് ആണ്, എക്സാക്ട് ആയിരിക്കില്ല, എങ്കിലും ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും. ഒട്ടുമിക്ക കുട്ടികൾക്കും ഉള്ള ഒരു സംശയമാണ്, ഹവർ സൂചി വരുന്നത് 9നും 10നും ഇടക്കാണ്, 2 സംഖ്യകൾക്കിടയിലാണ്. അപ്പോൾ 9 ആണോ പറയേണ്ടത്, 10 ആണോ പറയേണ്ടത്? ഇനി നിങ്ങൾ സംശയിക്കേണ്ടതില്ല.
ഇങ്ങനെ 2 സംഖ്യകൾ കാണുമ്പോൾ അതിൽ ഏതാണോ ചെറുത്, ഇപ്പോൾ 8നും 9നും ഇടയിലാണെങ്കിൽ അത് ഏതാണ് ചെറുത്? 8 ചെറുതല്ലേ? 8 മണി കഴിഞ്ഞ് ഇത്ര മിനിറ്റായി എന്ന് പറയാം. ഇപ്പോൾ സൂചി എവിടെയാണുള്ളത്? 9നും 10നും ഇടയിലാണുള്ളത്. അപ്പോൾ 10നേക്കാൾ ചെറുത് 9 അപ്പോൾ നമ്മൾ എന്താണ് 9 മണിയാണ് ഇവിടെ കണക്കാക്കേണ്ടത്. ആ സംശയം ഇവിടെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ മിനിറ്റ് സൂചി വന്നിരിക്കുന്നത് 4നും നേരെയാണ്. അപ്പോൾ എത്ര മിനിറ്റായി എന്ന് അറിയാൻ വേണ്ടി ഒരു ഈസി മെത്തേഡ് ഉണ്ട്. 1ലേക്ക് വരുമ്പോൾ 5, 2ലേക്ക് വരുമ്പോൾ 10, 3ലേക്ക് വരുമ്പോൾ 15, 4ലേക്ക് വരുമ്പോൾ 20 അങ്ങനെ കൂട്ടേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഏത് സംഖ്യയുടെ നേരെയാണോ വരുന്നത് അതിനെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പോൾ 4ലാണ് വരുന്നതെങ്കിൽ 4 ഇൻറ്റു 5 എത്രയാണ്? 20 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 9 എന്ന് പറയാം. അതായത് 9 മണി കഴിഞ്ഞ് 20 മിനിറ്റായി. മിനിറ്റ് സൂചി 5ലേക്ക് എത്തുമ്പോൾ 5 ഇൻറ്റു 5 25 അപ്പോൾ എന്ത് പറയാം? 25 എന്ന് പറയാം. മിനിറ്റ് സൂചി 6ലേക്ക് വരുമ്പോൾ 6 ഇൻറ്റു 5 30. 30 പാസ്റ്റ് എന്ന് പറയില്ല. ഇവിടെ എന്താണ്? 12ന്റെ പകുതിയാണ് 6 വരുന്നത് അല്ലെ? അവിടെ എത്തുമ്പോഴേക്കും ടോട്ടൽ 60 മിനിറ്റ് ആണ് ഉള്ളതെങ്കിൽ അതിന്റെ നേരെ പകുതിയാണ് 30 മിനിറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? ഹാഫ് പാസ്റ്റ് 9 എന്നാണ് പറയുന്നത്. എല്ലാവരും പൊതുവായി മലയാളത്തിൽ 9:30 എന്നാണ് പറയുന്നത്. അടുത്തത് ശ്രദ്ധിച്ചോളൂ. മിനിറ്റ് സൂചി വന്നിരിക്കുന്നത് 7ലാണ്. നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണ് പറയാറ്? 7 ഇൻറ്റു 5 35. നമ്മൾ എന്ത് പറയും? 7:35 എന്ന് പറയും. പക്ഷേ ഇവിടെ ടൈം പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ മിനിറ്റ് സൂചി ഇരിക്കുന്നത് 7ലാണ്. അവിടുന്ന് 8ലേക്ക് എത്തണമെങ്കിൽ 5 മിനിറ്റ് വരണം. 8ൽ നിന്ന് 9ലേക്ക് 5 മിനിറ്റ്. അങ്ങനെ ഓരോ ടൈമിന്റെ ഗ്യാപ്പിൽ എത്ര വരുന്നുണ്ട്? 5 മിനിറ്റ് വീതമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 7 കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന എല്ലാ 5ഉം എന്ത് ചെയ്യുക? കൂട്ടി നോക്കുക. 12ലേക്ക് എത്താൻ എത്രയാണ് ബാക്കി വരുന്നത്? 25 അല്ലേ? അപ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് 25 to 10. അതായത് 10 ഇനിയും 25 മിനിറ്റ് ബാക്കിയുണ്ട്. മിനിറ്റ് സൂചി 8ലേക്ക് എത്തുമ്പോഴോ നമുക്ക് കാൽക്കുലേറ്റ് നോക്കേണ്ടി വരും. 8ൽ നിന്ന് 12ലേക്ക് മിനിറ്റ് സൂചി എത്താൻ എത്ര ടൈം വേണ്ടി വരും? അതായത് 20 മിനിറ്റ് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? 20 to 10 അതായത് 10 ആകാൻ 20 മിനിറ്റ് ബാക്കിയുണ്ട്. 9ലേക്ക് എത്തുമ്പോഴോ 15 to 10 എന്ന് പറയാറില്ല അല്ലെ? സാധാരണയായി നമ്മൾ പറയുന്നത് 9:45 എന്നാണ്. 15 to 10 എന്ന് പറയാറില്ല. കാരണം എന്താണ്? ഇതിനെ 4 ഭാഗങ്ങളാക്കി മാറ്റിയാൽ മൊത്തം ടൈമിനെ 4 ഭാഗങ്ങളാക്കി മാറ്റിയാൽ ഒരു ഭാഗം വരുന്നത് 15 മിനിറ്റ് ആണ്. അപ്പോൾ അതിനെ എന്താണ് പറയുന്നത്? ക്വാർട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം ക്വാർട്ടർ ടു 10. മിനിറ്റ് സൂചി 10ലേക്ക് എത്തുമ്പോൾ എത്രയാണ്? 12 ആകാൻ എത്ര മിനിറ്റ് ആണ് ബാക്കിയുള്ളത്? 10 മിനിറ്റ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ 10 to 10 എന്ന് പറയാം. അതായത് 10 ആകാൻ 10 മിനിറ്റ് ബാക്കിയുണ്ട്. 11ലേക്ക് എത്തുമ്പോൾ എന്താണ് പറയുന്നത്? ഇനി 5 മിനിറ്റ് ആണ് ബാക്കിയുള്ളത് അല്ലേ? അപ്പോഴെന്ത് പറയാം? 5 to 10. മിനിറ്റ് ഹാൻഡ് 12ലേക്ക് എത്തുമ്പോൾ ഹവേഴ്സ് ഹാൻഡ് എന്താവും? 10ലേക്ക് എത്തും. അപ്പോൾ നമുക്ക് പറയാം 10 o'clock. എല്ലാവർക്കും നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ആരെങ്കിലും സമയം ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്താനും മറക്കരുത്. കാരണം നിങ്ങൾ ചെയ്യുന്ന കമന്റിനും ലൈക്കിനും അനുസരിച്ചാണ് യൂട്യൂബ് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.